Good evening and welcome. Special edition തുടങ്ങുന്നു. പിണറായി വിജയന്റെ വായ്മൊഴി വഴക്കങ്ങൾ പ്രധാന വാർത്തകൾ. പ്രചാരണം അവസാന ഘട്ടത്തിലെത്തി നിൽക്കെ പിണറായി വിജയന്റെ വിവാദ പ്രയോഗത്തിൽ വെട്ടിലായി LDF. പിണറായിക്ക് സമനില തെറ്റിയെന്ന് RSP. പരാമർശം പിൻവലിക്കണമെന്ന് രമേശ് ചെന്നിത്തല. സാംസ്കാരിക കേരളത്തിന് അപമാനമെന്ന് NK പ്രേമചന്ദ്രൻ. കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ ജനങ്ങളുടെ താൽപര്യം സംരക്ഷിക്കുമെന്ന പ്രധാനമന്ത്രി. ചില മേഖലകളിൽ UPA സർക്കാരിന് പ്രതീക്ഷിച്ച വിജയം നേടാനായില്ലെന്ന കുറ്റസമ്മതം. നരേന്ദ്രമോദിക്കായി തെരഞ്ഞെടുപ്പ് രംഗത്തിറങ്ങിയത് കോർപ്പറേറ്റുകളെന്ന് AK ആന്റണി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് നാളെ. മുസഫർനഗറിൽ പ്രകോപനപരമായി പ്രസംഗിച്ചതിന് അമിത്ഷായ്ക്കെതിരെ പോലീസ് കേസെടുത്തു. പ്രസംഗം വിവാദമാക്കാനുള്ള കോൺഗ്രസ് ശ്രമം പരാജയഭീതി കൊണ്ടെന്ന് BJP. പ്രകടന പത്രികയ്ക്കല്ല പ്രതികാര നടപടിക്കാണ് BJP പ്രാധാന്യം നൽകുന്നതെന്ന് സൽമാൻ ഖുർഷിദ്. മുഖ്യമന്ത്രിക്കെതിരായ പരാമർശം നടത്തിയ ജഡ്ജിക്ക് രമേശ് ചെന്നിത്തലയുടെ രൂക്ഷ വിമർശം. ജസ്റ്റിസ് ഹാറൂൺ അൽ റഷീദ് പദവിയുടെ ഔന്നത്യം കാണിക്കണം. മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറി നിന്ന് ഉമ്മൻചാണ്ടി അന്വേഷണം നേരിടണമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. 2020 ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യക്കെതിരെ ശ്രീലങ്കയ്ക്ക് 135 റൺസ് വിജയലക്ഷ്യം. വിരാട് കോഹ്ലിക്ക് അർദ്ധ സെഞ്ചുറി. ശ്രീലങ്കയ്ക്ക് ആദ്യ വിക്കറ്റ് നഷ്ടം. കൊല്ലത്ത് NK പ്രേമചന്ദ്രനെതിരെ പിണറായി വിജയൻ നടത്തിയ വിവാദ പ്രയോഗം LDFനെ വെട്ടിലാക്കി. പ്രേമചന്ദ്രനെ പരനാറി എന്ന് പരാമർശിച്ച പിണറായി വിജയനെ പിന്തുണച്ച് ഇടതുപക്ഷത്തു നിന്ന് ആരും ഇതുവരെ രംഗത്തെത്തിയിട്ടില്ല. പരാമർശം പിൻവലിക്കണമെന്ന് UDF നേതാക്കൾ ആവശ്യപ്പെട്ടു. പിണറായിയുടെ സമനില തെറ്റിയെന്നായിരുന്നു RSPയുടെ പ്രതികരണം. കൊല്ലം മണ്ഡലത്തിൽ കുണ്ടറയിലെ പ്രചാരണ യോഗത്തിലായിരുന്നു പിണറായി വിജയന്റെ ആക്ഷേപം. ഒരു പൊതു പ്രചരണത്തിൽ പാലിക്കുന്ന ഒരു മര്യാദയുണ്ട്. അത് ഈ സ്ഥാനാർത്ഥികളെയൊക്കെ വ്യക്തിപരമായി പറയാന്ന് പറയുന്നത് ഒരു സാധാരണ സ്വീകരിക്കുന്ന ഒരു രീതിയല്ല. പക്ഷേ പരനാറിയായാൽ എങ്ങനെ പറയാതിരിക്കും? പിണറായി വിജയന്റെ സമനില തെറ്റിയെന്നാണ് RSP ഇതിനോട് പ്രതികരിച്ചത്. LDF സ്ഥാനാർത്ഥി MA ബേബി പരാജയപ്പെടുമെന്ന ഒരു സൂചന കിട്ടിയതിന്റെ പേരിൽ സമനില തെറ്റി ഇതുപോലെ വർത്തമാനം പറയുക. സാംസ്കാരിക നായകരെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കുന്ന MA ബേബി പരാമർശത്തോട് പ്രതികരിക്കണമെന്നായിരുന്നു NK പ്രേമചന്ദ്രന്റെ മറുപടി. എനിക്ക് ആദ്യം അഭിപ്രായ സഖാവ് MA ബേബിയാണ് ഈ കാര്യത്തിൽ ആദ്യം പ്രതികരിക്കേണ്ടത്. അദ്ദേഹം അറിയപ്പെടുന്ന സാംസ്കാരിക പ്രവർത്തകനായിട്ടാണ് അദ്ദേഹം തന്നെ അവകാശപ്പെടുന്നത്. പിണറായി വിജയന്റെ പരാമർശം പിൻവലിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. തികച്ചും ദൗർഭാഗ്യകരമായ ഒരു പരാമർശമായി പോയി. അത് അദ്ദേഹം പിൻവലിച്ച് മാപ്പ് പറയുകയാണ് വേണ്ടത്. തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. പിണറായിയുടെ പദപ്രയോഗം പരാജയഭീതിയിൽ നിന്നുണ്ടായതാണെന്നായിരുന്നു VD സതീശന്റെ പ്രതികരണം. NK പ്രേമചന്ദ്രനെതിരായ പിണറായി വിജയന്റെ പദപ്രയോഗം പരാജയഭീതിയിൽ നിന്നും ധാർഷ്ട്യത്തിൽ നിന്നും ഉണ്ടായ ഒന്നാണ്. പിണറായിയുടെ പരാമർശം UDF ഏറ്റെടുത്തതോടെ LDF വെട്ടിലായി. ഇക്കാര്യത്തിൽ ഇടതുപക്ഷത്ത് നിന്ന് ആരും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് മീഡിയ 1. വിഷയത്തിൽ പ്രതികരിക്കാൻ സണ്ണിക്കുട്ടി എബ്രഹാം മാധ്യമപ്രവർത്തകൻ തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ നിന്നുണ്ട്. ഫിലിപ്പ് K. തോമസ് RSP കൊല്ലം ജില്ലാ സെക്രട്ടറി, അദ്ദേഹം കൊല്ലം സ്റ്റുഡിയോയിൽ നിന്ന് ചേരും. CPM നേതാവ് P. ജയരാജനെയും ഭാസുരേന്ദ്ര ബാബുവിനെയും ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. സണ്ണിക്കുട്ടി എബ്രഹാം, അച്ചടിച്ച പോലെ പ്രസംഗം നടത്തുകയും പ്രസ്താവന നടത്തുകയും ചെയ്യുന്ന ഒരു നേതാവാണ് പിണറായി വിജയൻ. ഒരു വാക്ക് അദ്ദേഹം അബദ്ധത്തിൽ പറഞ്ഞതല്ല, അത് ആവർത്തിക്കുക കൂടി ചെയ്തു. എന്തായിരിക്കും പിണറായി ഉദ്ദേശിക്കുന്നത്? ശ്രീ പിണറായി വിജയൻ ഇക്കാര്യത്തിൽ എന്താണ് ഉദ്ദേശിച്ചത് എന്നെനിക്കറിയില്ല. നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് രാഷ്ട്രീയമോ നിയമപരമോ ആയ ഒരു കാര്യത്തിൻ്റെ ശരിതെറ്റുകൾ അല്ലെങ്കിൽ ന്യായാന്യായങ്ങളൊന്നുമല്ല, ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തെക്കുറിച്ചാണ്. അപ്പം അക്കാര്യത്തിലൊരു വ്യക്തിയെ ന്യായം വിധിക്കാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല. എങ്കിൽ പോലും ശ്രീ പിണറായി വിജയനെ പോലെ ഒരു കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് ഇങ്ങനെ ഉണ്ടാവാമോ എന്നുള്ള ചോദ്യം കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിലേക്ക് ഇപ്പോൾ വന്നിരിക്കുകയാണ്. അപ്പോൾ താങ്കൾ ആദ്യം ചോദിച്ചതുപോലെ എന്തായിരിക്കും അദ്ദേഹത്തെ ഇങ്ങനെ സംസാരിക്കുന്നതിന് പ്രേരിപ്പിച്ചത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, RSPയുടെ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുണ്ടായ തീരുമാനം, അവരെ LDF വിട്ടുപോയത് UDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് പ്രേമചന്ദ്രൻ മത്സരിക്കുന്നത് അദ്ദേഹത്തെ പ്രകോപിതരാക്കിയിട്ടുണ്ടാവാം. അദ്ദേഹത്തിന് അക്കാര്യത്തിൽ പരിഭവം ഉണ്ടാവാം, പകയുണ്ടാവാം. പക്ഷേ എങ്കിൽ പോലും ഒരു സ്ഥാനാർത്ഥിയെ, എതിർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ, അദ്ദേഹം ഒരു വ്യക്തിയല്ല മാറിയത്, ഒരു പാർട്ടി ആ മുന്നണിയിൽ നിന്ന് മാറി UDFിലേക്ക് ചേരുക ചെയ്തത്. അതൊരു പാർട്ടിയുടെ തീരുമാനമാണ്, അത് പ്രേമചന്ദ്രൻ്റെ മാത്രം തീരുമാനമല്ല. അങ്ങനെയാണെങ്കിൽ പത്തനംതിട്ട മത്സരിക്കുന്ന CPMൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീ ഫിലിപ്പോസ് തോമസ്, അദ്ദേഹത്തെ എങ്ങനെ വിളിക്കണം, എങ്ങനെ സംബോധന ചെയ്യണം എന്നുള്ള ഒരു ചോദ്യം ഇവിടെ ഒരുപക്ഷെ ഉണ്ടാകാം. ഇതിനോട് ചേർന്ന് നമ്മൾ വായിക്കുമ്പോൾ അദ്ദേഹം സ്ഥാനാർത്ഥിയെ തൊട്ട് മുമ്പ് വരെ
അതിന് 5 ദിവസം മുമ്പ് DCCയുടെ പ്രസിഡന്റ് നടത്തിയ ജില്ലാതലത്തിൽ നടത്തിയ ജാഥയുടെ സമാപന യോഗത്തിൽ പോലും CPM-നെ വിമർശിച്ച് പ്രസംഗിച്ച ഫിലിപ്പോസ് തോമസ് പിന്നീട് പെട്ടെന്ന് LDF-ന്റെ സ്ഥാനാർത്ഥിയാവുന്നു. അങ്ങനെ എത്രയോ ചരിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അദ്ദേഹത്തിന്, പിണറായി വിജയന് ഈ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെതായ ന്യായമായ ഒരു എതിർപ്പോ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും ഇങ്ങനെ പറയാമായിരുന്നോ എന്നൊരു ചോദ്യം ഉയരുന്നു. അത് മാത്രമല്ല, ശ്രീ പിണറായി വിജയനെ കോൺഗ്രസിലോ UDF-ലോ ഉള്ള ആരെങ്കിലും ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ചാൽ എന്തായിരിക്കും കേരളത്തിൽ സംഭവിക്കുക? അതുമാത്രമല്ല, ശ്രീ പിണറായി വിജയൻ നേരത്തെ ചിലരെ നികൃഷ്ട ജീവികളിൽ നിന്നും മറ്റും വിളിച്ചിട്ടുണ്ട്. ആ വിളിച്ചയിടത്ത് തന്നെ വീണ്ടും പിന്തുണ തേടി ആ അരമനയുടെ പടികൾ തന്നെ കയറി ചെന്ന് ബിഷപ്പിൻ്റെ കൈമുത്തേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ രാഷ്ട്രീയത്തിൽ കുറേ കൂടെ നാളെ നമുക്ക് വീണ്ടും പരസ്പരം കാണേണ്ടവരാണ് എന്നുള്ളൊരു തോന്നലിൽ വാക്കുകൾ ഉപയോഗിച്ചാൽ, അതും ശ്രീ പിണറായിയെ പോലെ താങ്കളുടെ ചോദ്യത്തിൽ പറഞ്ഞ പോലെ അളന്ന് കുറിച്ച് വാക്കുകൾ ഉപയോഗിക്കുന്ന ഒരു വ്യക്തി, ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന CPM-ൽ ഇഷ്ടപ്പെടുന്ന ഒരു നേതാവാണ്. അദ്ദേഹത്തിൽ നിന്ന് ഞാനിത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല വാസ്തവത്തിൽ. റൈറ്റ്, സണ്ണിക്കുട്ടി അബ്രഹാം, അതുതന്നെയാണ് ഈ ചോദ്യം ഉയർത്തുന്ന കാര്യം. കാരണം പിണറായിയെ പോലെ ഒരാൾ ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ നമുക്കറിയാം G. സുധാകരൻ ഇത്തരത്തിൽ വഴിവിട്ട് പ്രസംഗിക്കുമ്പോൾ, വഴിവിട്ട് പ്രസ്താവന നടത്തുമ്പോൾ അതിനെ അനുകൂലിച്ചും എതിർത്തുമൊക്കെ പ്രസ്താവനകളും പിന്തുണകളും ഒക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ പിണറായി ഇങ്ങനെ പറയുന്നത് ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മുന്നിൽ വെച്ചാണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യം ചോദിച്ചത്. എന്താണ് പ്രേമേന്ദ്രനെ പോലൊരു എതിർമുന്നണിയിലെ സ്ഥാനാർത്ഥിയെ പരനാറിയെന്നോ പരമനാറിയെന്നോ വിളിച്ചതുകൊണ്ട് അദ്ദേഹം രാഷ്ട്രീയമായിട്ട് എന്ത് ലക്ഷ്യമാണ് അദ്ദേഹത്തിന് ഉണ്ടാകുന്നത്? ഒരുപക്ഷെ ബിഷപ്പിനെ നേരത്തെ നികൃഷ്ട ജീവി എന്ന് വിളിക്കുമ്പോൾ പോലും കേരളത്തിൽ പൊതുസമൂഹത്തിന് മുമ്പിൽ ചില ചോദ്യങ്ങളുണ്ടായിരുന്നു. അതിൽ CPM-ന്റെ നിലപാടുകൾ വിശദീകരിക്കുക. ഇവിടെയും ഒരുപക്ഷെ CPM-ന്റെ നിലപാട് വിശദീകരിക്കുമ്പോൾ തന്നെ ഞാൻ പറയുന്നത് തൊട്ടടുത്ത മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ആര്, LDF-ന്റെ സ്ഥാനാർത്ഥി ആര് എന്നെങ്കിലും അദ്ദേഹത്തിന് ഒന്ന് നോക്കാമായിരുന്നു. പൂർവ്വകാലത്തേക്ക് നോക്കുകയാണെങ്കിൽ ധാരാളം പേര്, DCCയുടെ പ്രസിഡൻ്റായിരുന്ന TK ഹംസ CPM-ലേക്ക് വന്നിട്ട് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിട്ടുണ്ട്. ലീഗിൻ്റെ നേതാവ് ജലീൽ, അദ്ദേഹം ലീഗിലെ ഒരു ഉയർന്ന സ്ഥാനത്തേക്ക് വരുന്ന ഞാനൊക്കെ പ്രതീക്ഷിച്ചിരുന്ന നേതാവ് പെട്ടെന്ന് കുഞ്ഞാലിക്കുട്ടിക്കെതിരായിട്ട് മത്സരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു, സീറ്റ് കൊടുത്തു. ഇതൊക്കെ നമ്മുടെ രാഷ്ട്രീയത്തിൽ സംഭവിക്കുമ്പോൾ എന്തുകൊണ്ട് പ്രേമചന്ദ്രനെ ഇങ്ങനെ ഒറ്റ തിരിച്ച് ആക്രമിക്കുന്നു? വിമർശിക്കുന്നത് മനസ്സിലാക്കാം, വിമർശനത്തിന് ചില ന്യായങ്ങളുമുണ്ട്. ഇന്നലെ വരെ നിന്നിരുന്ന ഒരു മുന്നണിയിൽ നിന്ന് മാറുമ്പോൾ അതിന് വിമർശനത്തിന് ന്യായമായ ചില കാരണങ്ങളുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളിലൂടെ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പിൽ പാർട്ടിക്ക് അല്ലെങ്കിൽ ശ്രീ പിണറായിക്ക് എന്ത് രാഷ്ട്രീയ ഉദ്ദേശമാണ് നിർവഹിക്കാനുള്ളത് അല്ലെങ്കിൽ സാധിക്കാനുള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. റൈറ്റ്, സണ്ണിക്കുട്ടി അബ്രഹാം, തിരികെ താങ്കളിലേക്ക്. ഫിലിപ്പ് കെ തോമസ്, പിണറായിയുടെ പ്രസ്താവനയെ വരികൾക്കിടയിൽ വായിക്കുമ്പോൾ അത് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിന് മാത്രം ബാധകമായ ഒരു പ്രസ്താവനയായിട്ടാണ് തോന്നുന്നത്. കാരണം മുൻപ് സണ്ണിക്കുട്ടി അബ്രഹാം സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയത്തിൽ മുന്നണികളിൽ നിന്ന് പാർട്ടികളും വ്യക്തികളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചാടാറുണ്ട്. അക്കാര്യം അറിയാത്ത ആളല്ല പിണറായി വിജയൻ. എന്തായിരിക്കും പിണറായി കൊല്ലത്ത് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? പിണറായി വിജയനെ പോലെ പക്വമതിയായ CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറിയിൽ നിന്നും സാക്ഷരതയുടെ കാര്യത്തിൽ 100% മുന്നിൽ നിൽക്കുന്നതായ കേരളത്തിൻ്റെ ജനത എതിർപക്ഷത്ത് നിന്ന് മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ പരാമർശിക്കുന്ന സ്വഭാവം ഈ തരത്തിലേക്ക് തരം താണുണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. സാഹിത്യകാരന്മാരും കലാകാരന്മാരും വിവിധ മേഖലകളിൽ ഉയർന്ന നിലവാരം പുലർത്തുന്നവരും ഇതിനെ വിലയിരുത്തി അഭിപ്രായം പറയേണ്ടതായ ഒരു സാഹചര്യമാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇന്നുണ്ടായിരിക്കുന്നത്. മുൻകാലങ്ങളിലും ഇതേ സ്വഭാവത്തിലുള്ള പ്രസ്താവനകൾ ശ്രീ സഖാവ് പിണറായി വിജയൻ നടത്തിയിട്ടുണ്ട്. കീടം എന്നുള്ള വാക്കുപയോഗിച്ചിട്ടുണ്ട്, നികൃഷ്ട ജീവി എന്നുള്ള വാക്കുപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീ NK പ്രേമേന്ദ്രനെ പറ്റി ഉപയോഗിച്ച പദം നിഘണ്ടുവിൽ പോലും ഇല്ലാത്ത വാക്കാണ് എന്നുള്ളതുകൂടെ സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കൊല്ലത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ വിലയിരുത്തിയ ശേഷം CPM-ന് അതിൻ്റെ സെക്രട്ടറിക്കുണ്ടായിട്ടുള്ള ഒരു മതിഭ്രമത്തിൽ നിന്നും ഉണ്ടായ വാക്കുകളാണോ ഇത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ശ്രീ NK പ്രേമചന്ദ്രൻ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കുകയും കേരളത്തിൽ ആകെമാനം ശ്രീ NK പ്രേമചന്ദ്രൻ്റെ സ്ഥാനാർത്ഥിത്വം വരുത്തിയ മാറ്റം CPM-ന്റെ നേതൃത്വം നൽകുന്ന ശ്രീ പിണറായി വിജയൻ്റെ നടപടികളെ ചോദ്യം ചെയ്യും എന്നുള്ളതുകൊണ്ട് അതിൽ നിന്നുണ്ടായിട്ടുള്ളതാണ് എന്നാണ് ഞങ്ങൾ കരുതുന്നത്.
സാഹോദര്യവും സമത്വവും സമാധാനവും നമ്മുടെ സംസ്ഥാനത്ത് പുലർത്തുന്നതിന് നേതൃത്വം നൽകേണ്ടതായ ഒരു പാർട്ടി വ്യക്തിവിദ്വേഷവും തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ളതായ നടപടികളുമാണ് ഇതിൽ സ്വീകരിച്ചിട്ടുള്ളത്. സ്വതന്ത്രമായി അഭിപ്രായങ്ങൾ പറയുന്നതിന്, നിലപാടുകൾ സ്വീകരിക്കുന്നതിന് വ്യക്തികൾക്കും സംഘടനകൾക്കുമുള്ള സ്വാതന്ത്ര്യത്തെയാണ് സഖാവ് പിണറായി വിജയൻ ചോദ്യം ചെയ്തിരിക്കുന്നത്. CPM-ൽ കഴിഞ്ഞ കാലങ്ങളിൽ നടന്നു വന്നതായ നടപടികളൊക്കെ തന്നെ അതിൻ്റെ ആകത്തുകയെടുത്ത് പരിശോധിക്കുമ്പോൾ ഈ സ്വഭാവത്തിലുള്ള പ്രവർത്തനവും നടപടികളുമാണ് പാർട്ടിയെ ഈ പതനത്തിൽ കൊണ്ടെത്തിച്ചിരിക്കുന്നത് എന്ന് കാണുവാൻ. ഫിലിപ്പ് കെ തോമസ്, തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കെ ഒരു ഘടകകക്ഷി യാതൊരു മുന്നറിയിപ്പും കൂടാതെ മറുകണ്ഠം ചാടിയതിലുണ്ടായ ഒരു നിരാശയും അമർഷവും ഒക്കെ ആകാം ഒരുപക്ഷെ പിണറായി വിജയൻ പ്രകടിപ്പിച്ചിട്ടുണ്ടാവുക. ഒരുപക്ഷെ NK പ്രേമചന്ദ്രനെ അത്ര വിശ്വാസമായിരുന്നിരിക്കാം പിണറായി വിജയന്. അത് തെറ്റായ ഒരു അഭിപ്രായമാണ് എന്നുള്ളതാണ് വ്യക്തമാക്കുവാനുള്ളത്. NK പ്രേമചന്ദ്രൻ RSPയുടെ അംഗവും RSPയുടെ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗവുമാണ്. സ്വാഭാവികമായും അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകൻ എന്നുള്ള നിലയിൽ RSP എടുക്കുന്ന തീരുമാനം അംഗീകരിക്കുവാനും അത് നടപ്പാക്കുവാനും സഖാവ് NK പ്രേമചന്ദ്രൻ ബാധ്യസ്ഥനാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നപ്പോഴും RSPയും സഖാവ് NK പ്രേമചന്ദ്രനും ആ സ്വഭാവത്തിലുള്ള പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത്. അത് സഖാവ് പിണറായി വിജയനോടോ CPM-നോടോ ഉള്ള വിധേയത്വമായി സഖാവ് പിണറായി വിജയൻ കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് വന്ന വീഴ്ചയാണ്, RSPയുടെയോ സഖാവ് NK പ്രേമചന്ദ്രൻ്റെയോ ഭാഗത്ത് വന്നിട്ടുള്ള വീഴ്ചയല്ല എന്ന് സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കോൺഗ്രസുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ CPM-ഉം ഇന്ത്യയിലെ എല്ലാ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും ഒരവസരത്തിലല്ല എങ്കിൽ മറ്റൊരവസരത്തിൽ കോൺഗ്രസുമായി യോജിച്ചിട്ട് അധികാരം പങ്കിട്ടിട്ടുണ്ട് എന്നുള്ളത് മറന്നുകൊണ്ട് സംസാരിക്കുന്നത് ശരിയല്ല. 1ാം UPയുടെ കാലത്തും 2ാം UPയുടെ കാലത്തും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് സഖ്യമുണ്ടാക്കുന്നതിൽ CPI സ്വീകരിച്ചിട്ടുള്ള സമീപനവും എടുത്ത് പരിശോധിക്കേണ്ടതാണ്. കാലുമാറ്റം എന്ന് പറയുന്നത് കേരളത്തിൽ CPM നേതൃത്വം നൽകിയിട്ടുണ്ട്. മുമ്പ് സൂചിപ്പിച്ച സ്വഭാവത്തിൽ ലോനപ്പന്നമ്പാടൻ മുതൽ TK ഹംസ തുടങ്ങി ഇപ്പോൾ പീലിപ്പോസ് തോമസ് വരെയും പൊന്നാനിയിൽ മത്സരിക്കുന്ന അബ്ദുൾ റഹ്മാൻ വരെയും എടുത്ത് പരിശോധിക്കുമ്പോൾ വ്യക്തികളെ കാലുമാറ്റത്തിലൂടെ തൻ്റെ പക്ഷത്തേക്ക് കൊണ്ടുവന്ന് രാഷ്ട്രീയ മാറ്റത്തിന് നേതൃത്വം നൽകിയിട്ടുള്ളത് CPM ആണ് എന്ന് കാണുവാൻ കഴിയുന്നതാണ്. RSP ആ സ്വഭാവത്തിലുള്ള ഒരു പ്രവർത്തനം നടത്തിയിട്ടില്ല. ആത്മാഭിമാനത്തെ പണയപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുവാൻ ഒരു പാർട്ടിയും ഒരു പാർട്ടിയുടെ നേതാക്കന്മാരും തയ്യാറാകില്ല. അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയെ, രാഷ്ട്രീയ നേതൃത്വത്തെ ജനം വിശ്വാസത്തിലെടുക്കില്ല എന്നുള്ള വിശ്വാസമാണ് RSPക്കുള്ളത്. ഫിലിപ്പ് കെ തോമസ്, സണ്ണിക്കുട്ടി എബ്രഹാം, ഈ തെരഞ്ഞെടുപ്പിന്റെ മറ്റൊരു സവിശേഷതയായി തോന്നുന്നത് മുൻപ് പോയ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആണവ കരാർ പോലുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ, അന്തർദേശീയ രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ചയ്ക്ക് വന്നിരുന്നു. കേരളത്തിൽ പക്ഷേ ഇക്കുറി അത്തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകളേക്കാൾ വ്യക്തി കേന്ദ്രീകൃതമായ പരാമർശങ്ങളും മറ്റു ചില സാമുദായിക പ്രസ്താവനകളുമാണ് തെരഞ്ഞെടുപ്പ് ചർച്ചയായി ഉയർന്നു വരുന്നത്. യഥാർത്ഥത്തിൽ പിണറായിയുടെ പ്രസ്താവനയെ ഈ രാഷ്ട്രീയ സാഹചര്യവുമായിട്ടല്ലേ കൂട്ടിവായിക്കേണ്ടത്? കേരളത്തിൽ പലപ്പോഴും തെരഞ്ഞെടുപ്പുകളിൽ വ്യക്തിനിഷ്ഠമായ പ്രശ്നങ്ങൾ കടന്നു വരാറുണ്ട്, വ്യക്തികൾക്കെതിരായിട്ടുള്ള കടന്നാക്രമണങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അതൊക്കെ പണ്ടും ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ നമുക്ക് ചരിത്രം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആണവ കരാറും മറ്റും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്തെങ്കിൽ ഇത്തവണ തീർച്ചയായിട്ടും അഴിമതി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്, വിലക്കയറ്റം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ദേശീയ സംസ്ഥാന പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത്, എൻ്റെ ഒരു സംശയം എന്ന് പറയുന്നത്, ഇക്കാര്യത്തിൽ എന്താണ് ശ്രീ പിണറായി വിജയൻ എന്തെങ്കിലും ഒരു ഹിഡൻ അജണ്ട ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഒരു പ്രത്യേക ഉദ്ദേശം ഉണ്ടായിരുന്നോ? നമുക്കറിയാം, താങ്കൾ നേരത്തെ ചോദിച്ചതുപോലെ, മുൻ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ, തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഒരു പാർട്ടി മുന്നണി വിടുന്നു. സ്വാഭാവികമായിട്ടും LDFനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കൊല്ലത്ത് മാത്രം സ്വാധീനം ഒതുങ്ങുന്ന ഒരു പാർട്ടിയാണെങ്കിൽ പോലും മുന്നണി പെട്ടെന്ന് ശോഷിക്കുന്നു. മുന്നിൽ നിന്നൊരു പാർട്ടി വിട്ടുപോകുമ്പോൾ തീർച്ചയായും അത് മാനസികമായിട്ട് ആ പാർട്ടിയെ, മനഃശാസ്ത്രപരമായിട്ടൊക്കെ ആ മുന്നണിക്ക് ചില ചില പ്രശ്നങ്ങളുണ്ടാവാം. അത് ആ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന CPM-നായിരിക്കും സ്വാഭാവികമായിട്ടും. CPM-ൻ്റെ തന്നെ നിലപാടുകളിൽ അല്ലെങ്കിൽ അവരെടുത്ത തീരുമാനങ്ങളിലൊക്കെയുള്ള എതിർപ്പ് കൊണ്ടുമൊക്കെയാണ് RSP വിട്ടുപോകുന്നത്. ഇവർ തമ്മിലൊക്കെ എന്താണ് ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് നമുക്കിപ്പോൾ അറിഞ്ഞുകൂടാ. പരസ്പരം ഇപ്പോൾ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇന്ന് ഈ ശ്രീ പിണറായിയുടെ പ്രയോഗത്തെക്കുറിച്ച് ശ്രീ അസീസ് നടത്തിയ ഒരു പരാമർശത്തിൽ അദ്ദേഹം പറയുന്നത്, ഇതുപോലെയുള്ള പരാമർശങ്ങൾ തുടരുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇനിയും പലതും പറയേണ്ടി വരും എന്ന് അസീസ് ഒരു ഭീഷണിയുടെ സ്വരത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ പാർട്ടികൾ തമ്മിൽ എന്തോ അഭിപ്രായ വ്യത്യാസങ്ങൾ, ഒരുപക്ഷെ RSPയുടെ അഭിമാനത്തെ സ്പർശിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ
നേരത്തെ ഉണ്ടായിരിക്കാം. അല്ലാതെ പെട്ടെന്ന് ഒരു ദിവസം ഒരു സുപ്രഭാതത്തിലുണ്ടായ ഒരു തീരുമാനമല്ല. കുറേ കാലമായിട്ട് അവർ LDFിൽ അനുഭവിച്ചു പോന്നിരുന്ന ചില അനുഭവങ്ങളുടെ വെളിച്ചത്തിലായിരിക്കാം ആ ഒരു തീരുമാനം ഉണ്ടായത്. പക്ഷേ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞൊരു പാർട്ടിയാണ് മാറിയത്. NK പ്രേമചന്ദ്രൻ ഒരു വ്യക്തിയല്ല ആ മുന്നണിയിൽ നിന്ന് പോയിട്ട് UDFിൻ്റെ സ്ഥാനാർത്ഥിയാവുന്നത്. പണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പലരുടെയും ചരിത്രം അവരെ അവിടെ നടത്തിയെടുത്തിട്ട് അത് കോൺഗ്രസും ചെയ്തിട്ടുണ്ട്, CPMും ചെയ്തിട്ടുണ്ട്. അത് രാഷ്ട്രീയത്തിൽ നടക്കുന്ന ഒരു കാര്യങ്ങളാണ്. ഇവിടെ ഒരു പാർട്ടി പോവുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായിട്ട് ജനതാദൾ വീരേന്ദ്രകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള വിഭാഗം പോയതുപോലെ തന്നെ ഒരു പാർട്ടി പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ അദ്ദേഹത്തെ അങ്ങനെ ടാർഗറ്റ് ചെയ്യേണ്ടിയിരുന്നോ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ എന്തുകൊണ്ട് CPMൻ്റെ ഇടതുപക്ഷ മുന്നണിയുടെ ആളുകൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിൻ്റെ ഒരു പരാമർശം ഇത്രയും ചർച്ചാ വിഷയമായിട്ടും ആരും എന്തുകൊണ്ട് മിണ്ടുന്നില്ല എന്നുള്ളത്, അതായത് മുഖ്യമന്ത്രിക്കെതിരെ അഭിപ്രായം പറഞ്ഞ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജിയെക്കുറിച്ച് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞപ്പോൾ വളരെ ശബ്ദായമാനമായ രീതിയിൽ പുറത്ത് അഭിപ്രായങ്ങളുമായിട്ട് വന്ന ആളുകളും പാർട്ടികളും നമ്മുടെ സാംസ്കാരിക നേതാക്കളും, നമ്മുടെ ധാരാളം സാംസ്കാരിക നേതാക്കളുണ്ട് ഇവരെ. ഇവിടെ ഓരോ ആളുകളുടെയും വാക്കുകളുടെയും അവരുടെ ഓരോ പ്രസ്താവനകളുടെയും ഒക്കെ തല നാരിഴ കീറി അഭിപ്രായം പറയുന്ന ആളുകളൊക്കെ എന്തുകൊണ്ട് ഒരഭിപ്രായം പറയുന്നില്ല എന്നുള്ളത് വളരെ രസകരമായ ഒരു കാര്യമായിട്ട് അബ്രഹാം സാംസ്കാരിക നായകർ മാത്രമല്ല LDFിലെ ഘടകകക്ഷി നേതാക്കളോ CPM നേതാക്കളോ പോലും ഇക്കാര്യത്തിൽ പിണറായിയെ പിന്തുണച്ച് ഒരു പ്രസ്താവന നടത്താൻ തയ്യാറല്ല. കാരണം പിണറായി മറ്റെന്തൊക്കെയോ ഉദ്ദേശിച്ചാണ് അത് പറഞ്ഞത് എന്ന് നല്ല ബോധ്യം ഒരുപക്ഷെ അവർക്കുണ്ടാകാം. നേതാക്കൾ ഇങ്ങനെ പറയുമ്പോൾ സങ്കടകരമായിട്ട് തോന്നും. ഫിലിപ്പ് കെ തോമസ്, ഇവിടെ കൊല്ലം ജില്ലയിൽ മാത്രം ബാധകമായ എന്തെങ്കിലും പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം താങ്കൾക്കുണ്ടെന്ന് തോന്നുന്നുണ്ടോ പിണറായിയുടെ ഇന്നത്തെ പ്രസ്താവനയ്ക്ക്? പിണറായി വിജയൻ ഒന്നും കാണാതെ NK പ്രേമചന്ദ്രനെ ചീത്ത വിളിക്കുന്ന ഒരാളാണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? എന്തെങ്കിലും പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം കൊല്ലത്ത് തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ, പ്രചാരണത്തിൻ്റെ അവസാന ഘട്ടത്തിലുള്ളതായിട്ട് തോന്നുന്നുണ്ടോ? രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് പകരം വ്യക്തിഹത്യ നടത്തിയിട്ട് തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ നടത്തിയ പ്രസ്താവന ശരിയായിട്ടില്ല. അത് പരാജയഭീതി പൂണ്ട് തന്നെയാണ് നടത്താൻ ഇടയായിട്ടുള്ളത്. അതല്ലാതെ മറ്റ് പ്രത്യേക സാഹചര്യങ്ങളൊന്നും ഈ പരാമർശത്തിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. സഖാവ് പ്രേമചന്ദ്രനെ CPMൻ്റെ വ്യക്താവായിട്ട് കണക്ക് കൂട്ടിയിട്ടുണ്ടെങ്കിൽ അത് സഖാവ് പിണറായി വിജയന് പറ്റിയ പിശകാണ് എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. പാർട്ടി എന്നുള്ള നിലയിൽ റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് അതിൻ്റെ നയങ്ങൾ, അതിൻ്റെ ഘടകകക്ഷികൾ, സഖ്യം ഇതൊക്കെ തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. ആ അവകാശം CPMന് RSP കടപ്പെടുത്തിയിട്ടില്ല. ആത്മാഭിമാനത്തോടും അന്തസ്സോടും കൂടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുവാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇല്ലാത്ത മുന്നണിയിൽ നിന്ന് പ്രവർത്തിക്കുക എന്നുള്ളത് ഏത് രാഷ്ട്രീയ പാർട്ടിക്കും അസാധ്യമാണ്. മറിച്ച് എനിക്ക് പറയുവാനുള്ളത്, കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് മുതൽ സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ആദർശങ്ങളോട് ബന്ധമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്തുകൊണ്ട് CPM നേതൃത്വം നൽകുന്ന മുന്നണിയിൽ നിന്നും വിട്ടുപോകുന്നു എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. അതിന് വ്യക്തിഹത്യ നടത്തിയാൽ പരിഹാരമാകുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല. ജനതാദൾ വിട്ടുപോയതിനെ CPM അത് പരിശോധിക്കേണ്ടതായിരുന്നു. ഗൗരിയമ്മ വിട്ടുപോയപ്പോൾ അത് പരിശോധിക്കേണ്ടതായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ME രാഘവൻ വിട്ടുപോയപ്പോൾ അത് പരിശോധിക്കേണ്ടതായിരുന്നു. RSP ഈ സാഹചര്യത്തിൽ വിട്ടു എന്ന് പറയുമ്പോഴും CPM അതിന് പകരമായി നടത്തുന്ന പരാമർശങ്ങളോ തീരുമാനങ്ങളോ ശരിയല്ല. കൂട്ടിച്ചേർക്കുന്ന കക്ഷികൾ, കൊല്ലത്ത് മാത്രമുള്ള പാർട്ടി എന്ന് പരാമർശം നടത്തി. RSP വിട്ടുപോയപ്പോൾ അതിന് പകരമായി CPM 6 കക്ഷികളെ CPMൻ്റെ മുന്നണിയോടൊപ്പം ചേർക്കേണ്ടതായ സ്ഥിതിയാണ് വന്നിരിക്കുന്നത്. മലപ്പുറത്തു നിന്നും പാലക്കാട് നിന്നും RSPയുടെ പ്രവർത്തകരെ കണ്ടെത്തി കൊണ്ടുവന്ന് കൊല്ലത്ത് പ്രസ് കോൺഫറൻസ് നടത്തുകയാണ് ചെയ്യുന്നത്. ജില്ലാ കമ്മിറ്റിയിൽ പോലും ഇല്ലാത്ത ആളുകൾ പാർട്ടി ജില്ലാ കമ്മിറ്റി സെക്രട്ടറി ആണ് എന്ന് പറഞ്ഞ് കൊല്ലത്തെ മുൻ മേയറുടെ സഹായത്തോടുകൂടി കൊല്ലം പ്രസ് ക്ലബിൽ വന്ന് പത്രപ്രസ്താവന നടത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന സ്വഭാവത്തിലുള്ള പ്രചരണമാണ് കൊല്ലത്ത് നടന്നത്. തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിൽ നിൽക്കെ കൊല്ലത്ത് CPM ഒരു അഭിമാന പോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കെ പിണറായി വിജയനെ പോലെ പരിണിതപ്രജ്ഞനായ ഒരു CPM നേതാവ്, അതും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി, ഇത്തരത്തിലുള്ളൊരു പരാമർശം നടത്തിയത് ആ മണ്ഡലത്തിന് വെളിയിലും CPMന് തിരിച്ചടിയാവില്ലേ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിലാകെ തന്നെ നല്ല വിജയം കൈവരിക്കാൻ കഴിയാവുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് നിലനിൽക്കുന്നത്. കൊല്ലം ഉൾപ്പെടെയുള്ള കാര്യത്തിൽ അതിലൊന്നും യാതൊരുവിധ തർക്കങ്ങളും സംശയങ്ങളും ഉണ്ടാവേണ്ട കാര്യമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയങ്ങളെ പൊതുവെ കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ നല്ലതുപോലെ സ്വീകരിക്കപ്പെട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും.
അത്തരം സന്ദർഭത്തിൽ നടത്തുന്ന പരാമർശങ്ങളും മറ്റു കാര്യങ്ങളുമെല്ലാം മറ്റു ചില കാര്യങ്ങൾക്ക് വേണ്ടി ദുർവ്യാഖ്യാനം ചെയ്യുക മാത്രമാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയും തമ്മിലാണ് കേരളത്തിൽ നടക്കുന്ന മത്സരം. ആ മത്സരത്തിൽ കൊല്ലത്ത് ഇടതുപക്ഷ ജനാധിപത്യ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ബേബിയുടെ വിജയത്തിലൊന്നും ആർക്കും സംശയമൊന്നുമില്ല. പരാജയ വീതിയിൽ നിന്ന് ഉടലെടുത്തതൊന്നുമല്ല. അതെല്ലാം തെരഞ്ഞെടുപ്പിന് ശേഷം നമുക്ക് മനസ്സിലാക്കാൻ കഴിയാവുന്ന കാര്യങ്ങളാണ്. RSP ചെയ്യുന്നത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് പറ്റിയ രീതിയല്ല. അവര് ഇടതുപക്ഷവുമായിട്ട് വളരെ കാലങ്ങളായിട്ട് സഹകരിച്ചു നിൽക്കുന്ന അവർ ഒരു സീറ്റ് ചർച്ചയുമായി ബന്ധപ്പെട്ട വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ യാതൊരുവിധ മുന്നറിയിപ്പും ഒന്നുമില്ലാതെ പെട്ടെന്ന് വലതുപക്ഷ ചേരിയിലേക്ക് മാറുകയാണ് ചെയ്തിട്ടുള്ളത്. അത് രാഷ്ട്രീയ വഞ്ചനയായിട്ട് രാഷ്ട്രീയകാരം വിലയിരുത്തുമെന്ന കാര്യത്തിൽ ആർക്കാണ് സംശയമുള്ളത്? ആ അടിസ്ഥാനത്തിലേ ഞങ്ങൾ അതിനെ കാണുന്നുള്ളൂ. മറ്റു കാര്യങ്ങളെല്ലാം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുന്ന ഒരു വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന ചർച്ചകൾ എന്നതിൽ കവിഞ്ഞ് പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമില്ല എന്നാണ്. ഒരു പാർട്ടി എടുക്കുന്ന നിലപാടിൽ ഒരു വ്യക്തിയെ ചീത്ത വിളിക്കുന്നതിലെ രാഷ്ട്രീയമാണ് ചർച്ച ചെയ്യുന്നത്. കാരണം പ്രേമചന്ദ്രൻ ഒറ്റയ്ക്കെടുത്ത ഒരു തീരുമാനമൊന്നുമല്ലല്ലോ RSPയുടെ മുന്നണി മാറ്റം. RSPയുടെ മുന്നണി മാറ്റം പ്രേമചന്ദ്രൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ചേർന്നെടുത്ത ഒരു തീരുമാനമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ലല്ലോ. സ്വാഭാവികമായിട്ടും അത്തരം കാര്യങ്ങൾ വരുമ്പോൾ അതിന്റെ പരാമർശങ്ങളും കാര്യങ്ങളും ഉയർന്നു വരിക എന്നതിൽ കവിഞ്ഞ് അതിനെ വേറെ രീതിയിൽ വ്യാഖ്യാനിക്കേണ്ട കാര്യമൊന്നുമില്ല. തികച്ചും ഒരു വഞ്ചനയാണല്ലോ നടത്തിയിരിക്കുന്നത്. ഒരു മുന്നണിക്കകത്ത് നിന്ന് നേരത്തെ അവർ മത്സരിച്ച സീറ്റല്ല, കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി CPM മത്സരിക്കുന്ന സീറ്റാണെന്ന് എല്ലാവർക്കും അറിയാം. അതൊന്നൊരു പുതിയ കാര്യമൊന്നുമല്ല. അതൊക്കെ ചർച്ച ചെയ്ത് പരിഹരിക്കാനുള്ള നല്ല സന്ദർഭങ്ങൾ ഉണ്ടായിട്ടും അതൊന്നും ഉപയോഗിക്കാതിരിക്കുകയാണ് ചെയ്തിരുന്നത്. അങ്ങനെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് ഒന്നും നൽകാതെയാണ് ചെയ്തിരിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായിട്ട് ഇതിന്റെ അഭിപ്രായങ്ങൾ പറഞ്ഞല്ലോ. ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം, അതല്ല വിഷയം. മാറുന്നതിനൊരു ന്യായം വേണം. അത് ജനാധിപത്യ കേരളത്തിന് ബോധ്യപ്പെടുകയും വേണം. അങ്ങനെയൊന്നുമില്ലാതെ മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു അജണ്ട അനുസരിച്ച്, പിന്നീടാണല്ലോ കാര്യങ്ങൾ മനസ്സിലാക്കി വരുന്നത്, ഒരു അജണ്ട അനുസരിച്ച് കേവലം ഒരു ചർച്ചാ പ്രഹസനം നടത്തിയിട്ട് അങ്ങോട്ട് പോവുക ചെയ്തിരിക്കുന്ന ആ രാഷ്ട്രീയ വഞ്ചനയെ കുറിച്ചാണ് പറയുന്നത്. അല്ലാണ്ട് വ്യക്തിപരമായിട്ടൊന്നും ഇതിനെ കാണേണ്ട കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ ഫിലിപ്പോസ് തോമസും പൊന്നാനി ലവി അബ്ദുറഹ്മാനുമെല്ലാം ഇങ്ങനെ മുൻകൂട്ടി നേരത്തെ തയ്യാറാക്കിയ തിരക്കഥയനുസരിച്ച് രാഷ്ട്രീയ അജണ്ട അനുസരിച്ച് തന്നെയാണോ മുന്നണി മാറിയത്? ഇക്കാര്യത്തിൽ CPM-നും ഒരു പങ്കാളിത്തമില്ല ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ധാർമ്മികതയിൽ? ഇതൊക്കെ ഒരു പാർട്ടിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. വ്യക്തികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. എത്രയോ വ്യക്തികൾ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി നിൽക്കുന്നുണ്ടല്ലോ. ആ വിഷയമല്ല ഇപ്പൊ എടുക്കേണ്ടത്. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നയങ്ങളിൽ നിന്ന് വിയോജിപ്പ് രേഖപ്പെടുത്തി ഇപ്പം ഫിലിപ്പോസ് തോമസ് എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വക്താവായിരുന്നു. അദ്ദേഹം അതിൽ നിന്ന് രാജിവെച്ച് ഇടതുപക്ഷ ജനാധിപത്യ വേണ്ടി ചേരുകയാണ്. അങ്ങനെ എത്രയോ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേരുന്നില്ലേ? എല്ലാവരും ഒരുപോലെ കാണണ്ട. ഇത് പാർട്ടിയുടെ കാര്യം ഇവിടെ ചർച്ച ചെയ്യുന്നത്. അതിന് ഇതുമായിട്ട് കൂട്ടിക്കുഴക്കേണ്ട കാര്യമില്ല. ഏത് വ്യക്തിക്കും അവരുടെ ജനാധിപത്യ കേരളത്തിനകത്ത് വ്യത്യസ്ത രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കാനുള്ള അവകാശമുണ്ട്. ആ അവകാശമനുസരിച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇതൊരു പാർട്ടിയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന പാർട്ടിക്കകത്ത് ദേശീയ രംഗത്ത് ശശീന്ദ്രൻ, ഒരു വ്യക്തിക്ക് ഒരു പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് മറ്റൊരു പാർട്ടിയിലോ മുന്നണിയിലോ ചേരാം. ഒരു പാർട്ടിക്ക് ഒരു രാഷ്ട്രീയ നിലപാടിന്റെ അടിസ്ഥാനത്തിൽ മുന്നണി മാറാം. അങ്ങനെയാണെങ്കിൽ RSP സ്വീകരിച്ച ഒരു രാഷ്ട്രീയ നിലപാടിനെ വിമർശിക്കുന്നതിന് പകരം ആ പാർട്ടിയിലെ ഒരു വ്യക്തിയെ പരസ്യമായി ഭള്ളു പറയുന്നത് എത്രമാത്രം രാഷ്ട്രീയമാണ്? കാരണം ഒരു തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ ചർച്ചകൾ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് പകരമായി വ്യക്തികേന്ദ്രീകൃതമായ അധിക്ഷേപങ്ങൾ നടത്തുമ്പോൾ അത് CPM-ന് തന്നെ തിരിച്ചടിയാവുമെന്നാണ് സംശയിക്കപ്പെടുന്നത്. അങ്ങനെയല്ല ഉണ്ടായത്. നിങ്ങൾ അതിനെ വ്യക്തിപരമായിട്ട് ഉപയോഗിക്കുകയാണ്. RSPയുടെ വക്താവ് എന്ന നിലക്ക് മാത്രം അതിനെ കണ്ടെത്തുന്നത്. അപ്പുറത്ത് വ്യക്തിപരമായ കാര്യങ്ങളൊന്നുമില്ല. വ്യക്തിപരമായിട്ട് ആരെങ്കിലും തമ്മിൽ എന്തെങ്കിലും തർക്കങ്ങളും കാര്യങ്ങളും ഇവിടെ നിലനിൽക്കുന്നുണ്ടോ? അതല്ല വിഷയം. RSPയുടെ ഒരു നയത്തിന് അതിന് വളരെ പ്രധാനപ്പെട്ട നേതൃത്വം കൊടുക്കുന്ന ഒരാൾ എന്ന രീതിയിൽ മാത്രമാണ് അദ്ദേഹത്തിന്റെ പേര് പരാമർശിച്ചിട്ടാവുക. അതിൽ കവിഞ്ഞത് RSPക്കുള്ള വിമർശനമാണ്. അല്ലാതെ വ്യക്തിപരമായ വിമർശനമായിട്ട് കാണുന്നത് നിങ്ങൾ അതിനെ സങ്കുചിതമായി കാണുന്നതുകൊണ്ടാണ്. രാഷ്ട്രീയമായിട്ടുള്ള വിമർശനമാണ്. അതിനപ്പുറത്തേക്ക് അതിനെ കാണേണ്ട കാര്യമില്ല. റൈറ്റ്, ദയവായി തുടരുക. CK ശശീന്ദ്രൻ. സണ്ണിക്കുട്ടി അബ്രഹാം, CK ശശീന്ദ്രൻ സൂചിപ്പിക്കുന്നത് പ്രേമചന്ദ്രനെ വിമർശിക്കുന്നതിലൂടെ RSPയുടെ രാഷ്ട്രീയ നിലപാടിനെ തന്നെയാണ് പിണറായി വിജയൻ വിമർശിച്ചത് എന്നാണ്. ജിംസയെ, നമുക്ക് ഈ പ്രത്യേക സാഹചര്യത്തിൽ ശ്രീ പിണറായി വിജയന് RSPയെ വിമർശിക്കാൻ അവകാശമുണ്ട്. RSPയുടെ പ്രതിനിധിയായിട്ട് LDF-നെതിരെ മത്സരിക്കുന്ന പ്രേമചന്ദ്രനെ വിമർശിക്കുന്നതിന് അവകാശമുണ്ട്. അതിലൊന്നും ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലല്ലോ. ഇവിടെ ശ്രീ ശശീന്ദ്രൻ്റെ വാക്കുകൾ കേട്ടാൽ ഓരോ മുന്നണിയിലെയും ഘടകകക്ഷികൾ ആ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന പാർട്ടികളുടെ, അത് UDF ആയിക്കോട്ടെ, LDF ആയിക്കോട്ടെ, അത് UDF-ൽ കോൺഗ്രസും അല്ലെങ്കിൽ LDF-ൽ CPM, അവരുടെ ഒന്നും അടിമപ്പണി ചെയ്യുന്നവരല്ലല്ലോ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ. അവർക്ക് അവരുടേതായ വ്യക്തിത്വമുണ്ട്, അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യങ്ങളുണ്ട്. അവർ ചില നിലപാടുകൾ എടുക്കുന്നു. ആ പാർട്ടിയായിട്ട് തന്നെ പുറത്തേക്ക് പോവുകയാണ്. അവർക്ക് മുന്നണിയുടെ പുറത്ത്. അപ്പോൾ തീർച്ചയായിട്ടും അമർഷം ഉണ്ടാവാം.
സ്വാഭാവികമായിട്ടും കൊല്ലം പോലൊരു സീറ്റിൽ എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ തന്നെ ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പർ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ശ്രീ ബേബി മാത്രമാണ്. ആ ബേബിക്കെതിരെ അവിടെ അത്യാവശ്യം സ്വാധീനമുള്ള 10,000-50,000 വോട്ടുകൾ നേടാൻ കഴിയുന്ന RSPയുടെ സ്ഥാനാർത്ഥി വരുമ്പോൾ തീർച്ചയായും ശക്തനായ ഒരു എതിരാളിയാണ്. അവിടെ ബേബി ജയിക്കുമെന്നോ പ്രേമേന്ദ്രൻ ജയിക്കുമെന്നോ ആരാണ് മുമ്പിലെന്നൊന്നും ഞാൻ അതിലേക്ക് അഭിപ്രായത്തിലേക്ക് പോകുന്നില്ല. അവിടുത്തെ തെരഞ്ഞെടുപ്പ് വളരെ ശക്തമായിട്ട് വലിയൊരു പോരാട്ടമായിട്ട് നടക്കുമ്പോൾ അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിലേക്ക് CPM-നെ എത്തിച്ചത് RSPയുടെ തീരുമാനമാണ്. ആ തീരുമാനത്തെ വിമർശിക്കുന്നതിൽ ശ്രീ പിണറായിക്ക് എല്ലാ അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും ഉള്ളപ്പോൾ തന്നെ ഇവൻ വ്യക്തിപരമായിട്ട് പ്രേമേന്ദ്രൻ എടുത്ത ഒരു വണങ്ങ് നേതൃപരമായ അദ്ദേഹത്തിൻ്റെ കൂടെ പങ്കിനെയും വിമർശിക്കുന്നതിനൊപ്പം തന്നെ പക്ഷേ ഉപയോഗിച്ച വാക്കുകളെക്കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അല്ലാതെ പിണറായി തീർച്ചയായിട്ടും പിണറായിയാണ് RSPയുടെ ഈ മുന്നണി മാറ്റത്തെ ഏറ്റവും ശക്തമായി വിമർശിക്കേണ്ട. ദയവായി തുടരുക. ഇപ്പോൾ അഡ്വക്കേറ്റ് ജയശങ്കർ ഉണ്ട് ടെലിഫോൺ ലൈനിൽ. അഡ്വക്കേറ്റ് ജയശങ്കർ, പ്രേമചന്ദ്രനെ വ്യക്തിപരമായി അധിക്ഷേപിച്ചതല്ല, RSPയുടെ ഒരു വക്താവ്, ഒരു പ്രതിനിധി എന്ന നിലയിൽ RSPയുടെ രാഷ്ട്രീയ നിലപാടുകൾ തന്നെയാണ് പിണറായി വിജയൻ വിമർശിച്ചത് എന്നാണ് CK ശശീന്ദ്രൻ പറഞ്ഞു വെച്ചത്. എന്താണ് താങ്കളുടെ പ്രതികരണം? RSPയെ വിമർശിക്കുന്നതിന് പിണറായി വിജയനും CPM-ന്റെ ഇതര നേതാക്കൾക്കും എല്ലാ സ്വാതന്ത്ര്യവും. പക്ഷെ ആ സ്വാതന്ത്ര്യം വിനിയോഗിക്കുന്നതിന് ചില മാർഗങ്ങളും ഉണ്ടല്ലോ. എന്റെ ബലമായ വിശ്വാസം MA ബേബി അങ്ങനെ ജയിച്ചു പോയാലോ അദ്ദേഹം കേന്ദ്രത്തിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥാനത്ത്, അതായത് CPM-ന്റെ പാർലമെന്ററി പാർട്ടി ലീഡറോ മറ്റോ ആയാലോ എന്ന ആശങ്ക കൊണ്ടായിരിക്കണം പിണറായി വിജയൻ ഇങ്ങനെ ചെയ്തതെന്നാണ്. അല്ലാതെ ഈ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് പ്രേമേന്ദ്രനെ പോലെ ആദരണീയനായ ഒരു നേതാവിന്, അത് മാത്രമല്ല ആരെക്കുറിച്ചും അങ്ങനെ സഭ്യതരമായ ഒരു പരാമർശവും നടത്താത്ത മാന്യനായ ഒരു നേതാവിനെതിരായിട്ട് ഇതുപോലൊരു പ്രയോഗം നടത്താനായിട്ട് പിണറായി വിജയൻ തയ്യാറാകുകയില്ല. പിണറായി വിജയൻ നമുക്കറിയാം, അദ്ദേഹം അങ്ങനെ ആവേശം കയറി പ്രസംഗിക്കുന്ന ആളല്ല. പ്രസംഗിക്കുമ്പോൾ സ്വയം നിലമറക്കുന്ന ആളല്ല, വാക്കുകളൊക്കെ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം പരമാറി എന്ന രീതിയിലുള്ള ഒരു പരാമർശം നടത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ആലോചിച്ച് കരുതി കൂട്ടി ചെയ്തിട്ടുള്ള ആകാനേ തരമുള്ളൂ. അല്ലാതെ ഒരു വികാരാവേശം കൊണ്ട് MV ജയരാജനും മറ്റും പ്രസംഗിച്ച പോലെ EP ജയരാജനും മറ്റും സാധാരണ ചെയ്യുന്ന പോലെ ചെയ്തതാകാൻ ഒരു സാധ്യതയുമില്ല. അപ്പോൾ പോളിറ്റ് ബ്യൂറോ മെമ്പറായിരിക്കുന്ന MA ബേബി എങ്ങാനും ജയിച്ച് CPM-ന്റെ പാർലമെന്ററി പാർട്ടി ലീഡർ ആയാലോ എന്ന സംശയം കൊണ്ട് ഇപ്പൊ കേരളത്തിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട CPM നേതാവ് ബേബി ആയാലോ അത് തടയാൻ വേണ്ടിയിട്ട് ചെയ്താകാനേ തരമുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അഡ്വക്കേറ്റ് ജയശങ്കർ, CPM ദേശീയ തലത്തിൽ ഒരു ദേശീയ പാർട്ടി എന്ന പദവിയിൽ നിന്ന് താഴേക്ക് പോകുമോ എന്ന ആശങ്കയിൽ നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. കാരണം ബംഗാളിലെ സീറ്റ് എത്ര ലഭിക്കുമെന്ന ഒരു ഉറപ്പും CPM-ന്റെ ദേശീയ നേതൃത്വത്തിനില്ല. അപ്പോൾ ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പർ മത്സരിക്കുന്ന കൊല്ലം സീറ്റിൽ ഇത്തരത്തിൽ സ്വയം കുഴി തോണ്ടാൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗവുമായ പിണറായി വിജയൻ തയ്യാറാവും എന്നാണോ? അത് നിങ്ങൾക്ക് CPM രാഷ്ട്രീയത്തെ കുറിച്ച് ബോധ്യമില്ലാത്തതുകൊണ്ടാണ്. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന സമയത്ത് CPM-നെ അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിൽ ഏതാണ്ട് 15 അതിലധികമോ സീറ്റുകൾ ജയിക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നല്ലോ. ആ സാഹചര്യം അങ്ങനെയാണ് ഇന്നിപ്പോ ഇല്ലാതായത്. ഇന്നത്തെ നിലയ്ക്ക് എത്ര സീറ്റ് കിട്ടും? അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാതാക്കിയത് പിണറായി വിജയൻ അടക്കമുള്ള CPM-ന്റെ നേതാക്കന്മാരാണ്. സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതിൽ വലിയ വീഴ്ച ഉണ്ടായില്ല. അതുപോലെ ജയസാധ്യതയുള്ള സ്വതന്ത്രന്മാരെ മത്സരിപ്പിക്കുന്നതിൽ ഒരു ന്യായമുണ്ട്. ഒരു സാധ്യതയുമില്ലാത്ത ക്രിസ്റ്റി ഫെർണാണ്ടസിനെ പോലത്തെ ഒരു പ്രതിഭയെ തെരഞ്ഞു പിടിച്ചു കൊണ്ടുവന്ന് എറണാകുളത്ത് സ്ഥാനാർത്ഥിയാക്കി ഇത് കണ്ടില്ല. ഇതെങ്ങനെ സംഭവിച്ചു? അപ്പോൾ അങ്ങനെയൊക്കെയുള്ള തകരാറുകൾ സംഭവിച്ചത് ഇവര് വിവരമില്ലാത്തവരാകുന്നല്ലോ. CPM നേതാക്കൾക്ക് അറിഞ്ഞൂടെ ഈ നാട്ടിലെ ആളുകളുടെ പൾസ് എന്താണ്, ഏതേത് രീതിയിലുള്ള പ്രചരണങ്ങൾ, ഏതേത് വിഷയങ്ങൾ ഉയർത്തിയാലാണ് പാർട്ടിക്ക് ഫെയർ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. വിലക്കയറ്റം പോലെ, പണപ്പെരുപ്പം പോലെ, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ അഴിമതി പോലെയുള്ള വിഷയങ്ങൾ ഉയർത്തുന്നതിൽ CPM എന്തുമാത്രം വിജയിച്ചു. അപ്പൊ ഇങ്ങനെയുള്ള ഘടകങ്ങളൊക്കെ സൂക്ഷിച്ചു നോക്കുമ്പോൾ ഇത് ഈ മകൻ ചത്താലും വിരോധം മരുമകളുടെ കണ്ണീര് കാണണം എന്ന അമ്മായിയമ്മയുടെ ചിന്താഗതിയാണ് പല നേതാക്കന്മാരെയും ഭരിക്കുന്നത് എന്ന് കാണാനായിട്ട് അത്ര വലിയ ബുദ്ധിയൊന്നും ആവശ്യമില്ല. അഡ്വക്കേറ്റ് ജയശങ്കർ, ക്രിസ്റ്റി ഫെർണാണ്ടസ്, ഫിലിപ്പോസ് തോമസ്, V അബ്ദുറഹ്മാൻ തുടങ്ങിയവരെ സ്ഥാനാർത്ഥിയായി നിർത്തുന്നതിന് കൃത്യമായ ന്യായീകരണം LDF-നും CPM-നും ഒക്കെ ഉണ്ടാവും. കാരണം മുൻപും ഇത്തരത്തിൽ TK ഹംസയെ പോലെ, ലോനപ്പൻ നമ്പാടനെ പോലെ, KT ജലീലിനെ പോലെ ചിലരെ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ടാണ് CPM ചില മണ്ഡലങ്ങളിൽ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിച്ചത്. അതേ തന്ത്രം തന്നെ ഇപ്പോഴും പയറ്റുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അത് TK ഹംസയുടെ കാര്യത്തിലും അതുപോലെ ലോനപ്പൻ നമ്പാടന്റെ കാര്യത്തിലും ഏറ്റവും അടുത്ത് KT ജലീലിന്റെ കാര്യത്തിലൊക്കെ വിജയിച്ച തന്ത്രമാണ്. പക്ഷെ അത് അവരൊക്കെ മറ്റു വിധത്തിൽ തന്നെ നല്ല സ്വീകാര്യതയുള്ളവരായിരുന്നു. TK ഹംസ നിലമ്പൂരെ ഒരു അറിയപ്പെടുന്ന പൊതുപ്രവർത്തകനായിരുന്നു. അദ്ദേഹം മഞ്ചേരിയിൽ നല്ല കേസുള്ള വക്കീലായിരുന്നു. കോൺഗ്രസ് DCC പ്രസിഡന്റ് ആയിരുന്ന ആളാണ്. മറ്റു വിധത്തിൽ ജനങ്ങൾക്ക് സ്വീകാര്യനായ ഒരു വ്യക്തിയായിരുന്നു. സ്വീകാര്യതയായിരുന്നു അതിന്റെ ഘടകം. ലോനപ്പൻ നമ്പാടിനെ സംബന്ധിച്ചോളം അതുപോലെ തന്നെ അത് 2 തവണ കൊടകരയിൽ നിന്ന് ജയിച്ച് MLA ആയ ആളാണ്.
KT ജലീലാണെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയുടെ അഴിമതിക്കെതിരെ ധീരമായ നിലപാട് സ്വീകരിച്ച് അതിന്റെ പേരിൽ ലീഗിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളാണ്. അങ്ങനെ ഒരു സ്വീകാര്യതയുള്ള ആളെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ മത്സരിപ്പിച്ചുകൊണ്ടാണല്ലോ ജലീൽ വിജയിച്ചത്. അല്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രിയന്താകുമായിരുന്നു നമുക്ക് ഊഹിക്കാവുന്നുള്ളൂ. അപ്പൊ ഈ ഫിലിപ്പോസ് തോമസിനെ സംബന്ധിച്ചുള്ള എനിക്ക് വ്യത്യസ്തമായ അഭിപ്രായമുള്ളൂ. അദ്ദേഹം ഒരു സത്യസന്ധനായ പൊതുപ്രവർത്തകനാണ്. പത്തനംതിട്ട DCC പ്രസിഡന്റായിരുന്നു. കോൺഗ്രസിലെ ചില മുതിർന്ന നേതാക്കന്മാരുടെ ചവിട്ടും തൊഴിലും സഹിക്ക വയ്യാതെ തത്വാധിഷ്ഠിതമായ ഒരു നിലപാടിന്റെ പേരിലാണ് അദ്ദേഹത്തിന് കോൺഗ്രസിൽ നിന്ന് പോരേണ്ടി വന്നത്. അപ്പൊ അതിനെ ഒരു സ്വീകാര്യതയുണ്ട്. പക്ഷെ എന്ന് കരുതി ക്രിസ്റ്റി ഫെർണാണ്ടസിനെ പോലെ ഏതൊരു വ്യവസായിയുടെ നോമിനിയായിട്ട് ഇലക്ഷൻ മത്സരിക്കുന്ന ആൾ അല്ലെങ്കിൽ ഇന്നസെന്റിനെ പോലെ ഒരാളെയൊക്കെ സ്ഥാനാർത്ഥിയായി കഴിഞ്ഞാൽ അത് ജനങ്ങളെ പരിഹസിക്കുന്ന ദയവായി തുടരുക. CK ശശീന്ദ്രൻ, ഇവിടെ കൊല്ലം സീറ്റിൽ എങ്ങാനും MA ബേബി തോൽക്കേണ്ട ഒരു സാഹചര്യമുണ്ടായാൽ അതിന്റെ ഉത്തരവാദിത്വം ഒരു പക്ഷേ ഈ പ്രസ്താവനയുടെ മേളിലായിരിക്കും, പിണറായി വിജയന്റെ മേളിലായിരിക്കും മാധ്യമങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരും ചാർത്തുക. ഈ കേരളത്തില് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാവ് എന്ന നിലക്ക്, CPM-ന്റെ നേതാവ് എന്ന നിലക്ക് എന്തെല്ലാം വിമർശനങ്ങൾ പിണറായിക്ക് നേരെ, അതുപോലെ CPM-ന്റെ നിരവധി നേതാക്കൾക്കെതിരെ, ഇപ്പോൾ VS-നെതിരെ ഒക്കെ നിങ്ങൾ ഉന്നയിച്ചു വരുന്നുണ്ട് മാധ്യമങ്ങളും എല്ലാവരും. അതെല്ലാം കേരളത്തിലെ ജനങ്ങൾക്ക് നല്ലപോലെ അറിയും. അഡ്വക്കേറ്റ് ജയശങ്കരനാവട്ടെ നല്ലൊരു പിണറായിന് രണ്ട് കുറ്റം പറയാൻ അവസരം കിട്ടിയാൽ വലിയ സന്തോഷമുള്ള ഒരാളാണ് അദ്ദേഹം. അതൊക്കെ അവർ നടത്തട്ടെ. ഇടതുപക്ഷത്തിന് വേണ്ടി ഇടതുപക്ഷത്തിന്റെ വക്താവ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നടത്തുന്ന പല അഭിപ്രായ പ്രകടനങ്ങളും ഇടതുപക്ഷത്തിനെതിരായിട്ടാണല്ലോ. അതെല്ലാം ഈ രാഷ്ട്രീയ കേരളം തിരിച്ചറിയും. അദ്ദേഹത്തെയും തിരിച്ചറിയും, എല്ലാവരെയും തിരിച്ചറിയും. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ വിലക്കയറ്റത്തെക്കുറിച്ചും അഴിമതിയെക്കുറിച്ചൊക്കെ അല്ലേ ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്, വേറെന്തെങ്കിലും വ്യക്തിപരമായ കാര്യങ്ങളെ കുറിച്ചാണോ? പിന്നെ സ്വതന്ത്രമാരെ നിർത്തിയെക്കുറിച്ച് വിമർശിച്ചു. ഈ കേരളം രൂപീകരിച്ചത് മുതൽ സ്വതന്ത്രമാരെ നിർത്തുന്ന നിലപാട് കേരളത്തിലെ അഭിയുക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ CPM സ്വീകരിക്കുന്നുണ്ട്. സെബാസ്റ്റ്യൻ പോളിനെ എറണാകുളത്ത് നിർത്തുമ്പോൾ എന്താ നല്ല പൊതുപ്രവർത്തകനായിട്ടും നാട് അംഗീകരിക്കുന്ന ആളായിട്ടാണ് കൊണ്ടുവന്നത്. അതിനുശേഷമല്ലേ അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അപ്പൊ അതൊക്കെ ഓരോരുത്തരുടെ വീക്ഷണമാണ്. ഇടതുപക്ഷത്തിന് വേണ്ടി വാദിക്കുകയും എന്നാൽ ഇടതുപക്ഷം ജയിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന രീതിയിൽ അഭിപ്രായങ്ങൾ പറയുന്നതൊക്കെ ഭൂഷണമാണോ എന്ന് അവരവർ തീരുമാനിക്കട്ടെ. അതൊക്കെ എല്ലാവർക്കും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അദ്ദേഹത്തിന്റെ അഭിപ്രായവും രാഷ്ട്രീയ കേരളം കേൾക്കുന്നുണ്ട്, ഞങ്ങൾ പറയുന്നതും കേൾക്കുന്നുണ്ട്. അതിലൊരു തീരുമാനമെടുത്ത് വരട്ടെ. ഉത്കണ്ഠപ്പെടുന്നത് വേറെ രീതിയിലാണ് കാണാൻ വേണ്ടി കഴിയുക. അത് ഏതെങ്കിലും ഒരു വ്യക്തിയെ കുറിച്ചല്ല ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ നയത്തെക്കുറിച്ചാണ്. ആ നയമാണ് കൊല്ലത്തും ആയാലും കേരളത്തിലായാലും നടപ്പിലാക്കുക. മറ്റു കാര്യങ്ങളൊന്നും നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി കഴിയുന്ന കാര്യങ്ങളല്ല. പൊതുവെ ഇതെല്ലാം ജനങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, ജനങ്ങൾ തിരിച്ചറിയട്ടെ. CK ശശീന്ദ്രൻ, അങ്ങനെയാണെങ്കിൽ കൊല്ലം മണ്ഡലത്തിൽ ഇതിലേറെ രാഷ്ട്രീയമായി തന്നെ ചർച്ച ചെയ്യാവുന്ന നിരവധി വിഷയങ്ങളുണ്ട്. MA ബേബി പോലെ പ്രമുഖനായ ഒരു സ്ഥാനാർത്ഥി, മാത്രമല്ല RSPയുടെ ഏറ്റവും ഒടുവിലെ മുന്നണി മാറ്റം, ഈ കാര്യങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് വിഷയമായി ഉയർത്തിക്കൊണ്ടുവരുന്നതിന് പകരം വ്യക്തികേന്ദ്രീകൃതമായ പരാമർശങ്ങളിലൂടെ ഈ രാഷ്ട്രീയത്തെ ചുരുക്കിക്കളയല്ലേ CPM ചെയ്തത്? നിങ്ങൾ വ്യക്തികേന്ദ്രീകൃതമായി വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഉറപ്പിച്ചാൽ വ്യക്തികേന്ദ്രീകരാവൂല. വ്യക്തികളാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. നിങ്ങൾ എന്തിനാണ് പിന്നെ ഇപ്പൊ വ്യക്തികേന്ദ്രീകൃതമായിട്ടൊരു വിമർശനമല്ലേ ജയശങ്കർ ഉന്നയിച്ചത്? അതിനെ നിങ്ങൾ ചോദ്യം ചെയ്യുന്നില്ലല്ലോ. പിണറായിനെ വ്യക്തികേന്ദ്രീകൃതമായിട്ടല്ലേ ഉന്നയിക്കുന്നത്? ഇതൊക്കെ വ്യക്തികേന്ദ്രം എന്ന് പറഞ്ഞാൽ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ സമീപനവുമായി ബന്ധപ്പെട്ട കിടക്കുന്നത്. RSPയുടെ നേതാവ് എന്ന നിലക്കാണ് അദ്ദേഹത്തെ കുറിച്ച് അല്ലെങ്കിൽ അവിടുത്തെ സ്ഥാനാർത്ഥിയെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ടെങ്കിൽ അത് RSPക്കുള്ള ഇതാണ്. അല്ലാതെ വ്യക്തിഗതമായിട്ട് പിണറായി സഖാവും അതുപോലെ തന്നെ ഇദ്ദേഹവുമായി തമ്മിൽ എന്ത് വിഷയമുള്ളത്? ഒരു വിഷയമില്ലല്ലോ. അതൊക്കെ അറിയാലോ. അതിനെ വ്യക്തികേന്ദ്രീകൃതമായി ചുരുക്കുന്നത് നിങ്ങളാണ്. RSP നടത്തിയിട്ടുള്ളത് രാഷ്ട്രീയ വഞ്ചനയാണ്. ആ രാഷ്ട്രീയ വഞ്ചനയെ തുറന്നു കാണിക്കുന്നതിന് വേണ്ടി മാത്രമുള്ള പരാമർശത്തിന് അപ്പുറത്തേക്ക് അതിന് പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാര്യവുമില്ല. അതിനെല്ലാം വ്യക്തമായ രീതിയിൽ വ്യാഖ്യാനിച്ച് ഒരു വിവാദം ഉണ്ടാക്കാനാണ് ഞങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഫിലിപ്പ് കെ തോമസ്, ഇവിടെ ഇന്ന് പിണറായി വിജയന്റെ പ്രസ്താവന പുറത്തു വന്ന ഉടനെ എ ആസീസ് പറഞ്ഞ ഒരു കാര്യം, ഞങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ഇനി തുറന്നു പറയേണ്ടി വരുമെന്നാണ്. RSP പൊതുവെ LDF യോഗത്തിൽ ചില അസംതൃപ്തികൾ രേഖപ്പെടുത്താറുണ്ട് എന്നതൊഴിച്ചാൽ കാര്യമായി CPM-നെയോ മറ്റ് ഘടകകക്ഷികളെയോ അവർക്കെതിരായോ പ്രസ്താവനകൾ നടത്താറുണ്ടായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് കാര്യമാണ് ഇനി പുറത്തു പറയാനുള്ളത്? അതുവരെ എന്തുകൊണ്ടാണ് മൗനം പാലിച്ചിരുന്നത് RSP? പാർട്ടി സെക്രട്ടറി പറഞ്ഞതിൽ അടിസ്ഥാനപരമായി തീരുമാനങ്ങൾ എടുക്കുന്നതിൽ CPM-ഉം ഘടകകക്ഷികളും തമ്മിലുണ്ടായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൂടെ സൂചിപ്പിച്ചുകൊണ്ടാണ് കൊല്ലം സീറ്റിനെ ഇവിടെ പരാമർശ വിധേയമാക്കി. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പായിട്ട് മാത്രമാണ് CPM ആ കൊല്ലം പാർലമെൻറ്റ് സീറ്റിൽ മത്സരിക്കുന്നത്. അതിനു മുൻപ് ഉണ്ടായിട്ടുള്ള എല്ലാ തെരഞ്ഞെടുപ്പിലും RSPയുടെ സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുകയും ജയിക്കുകയും തൂക്കുകയും ചെയ്തിട്ടുള്ളത്. സഖാവ് NK പ്രേമചന്ദ്രൻ 99-ൽ നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ച് പാർലമെൻറ്റ് അംഗം എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുന്ന സമയത്താണ് RSPയിൽ നിന്നും ബലാത്കാരം CPM സീറ്റെടുക്കുന്നത്. അന്നു മുതൽ ഈ തീരുമാനം കൈക്കൊള്ളുന്നത് വരെയുള്ള പാർട്ടിയുടെ നിലപാട് പരിശോധിച്ചാൽ യാദർശികമായിട്ടുണ്ടായ ഒരു തീരുമാനമാണ്, അല്ലെ വഞ്ചനയാണ് എന്നുള്ള പ്രസ്താവന തെറ്റാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധാരണ ജനങ്ങൾക്ക് കഴിയും.
സഖാവ് VS-ന്റെ ഭാഷയിൽ പറഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്നവർക്ക്. പാർട്ടിയുടെ പാർലമെൻറ്റിലേക്ക് മത്സരിക്കുവാനുള്ള അവകാശം കവർന്നെടുത്തപ്പോൾ പാർട്ടിക്ക് മത്സരിക്കുവാൻ ആ സീറ്റ് അനുവദിച്ചു തരണമെന്ന് 99-ലും 2004-ലും 2009-ലും ഞങ്ങൾ ആവശ്യപ്പെട്ടു. സഖാവ് പ്രേമചന്ദ്രൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മന്ത്രിയായിരിക്കുമ്പോൾ മന്ത്രി രാജിവെച്ച് പാർലമെൻറ്റിലേക്ക് മത്സരിക്കുന്നു എന്നുള്ള തീരുമാനം ഞങ്ങൾ കൈക്കൊണ്ടു. സഖാവ് പിണറായിയുടെയും പാർട്ടിയുടെയും അഭ്യർത്ഥന മാനിച്ച് ആ തീരുമാനം പുനഃപരിശോധിക്കുകയാണ് പാർട്ടി ചെയ്തിട്ടുള്ളത്. അതല്ലാതെ പാർട്ടിക്ക് കൊല്ലം പാർലമെൻറ്റ് സീറ്റിൽ മത്സരിക്കുവാനുള്ള അവകാശം ഒരിക്കലും പാർട്ടി വേണ്ട എന്ന് വെക്കുകയോ മറ്റൊരു പാർട്ടിക്ക് അത് വിട്ടുകൊടുക്കുകയോ ചെയ്തിട്ടില്ല. ഈ യാഥാർത്ഥ്യം മറച്ചുകൊണ്ടാണ് ഗൂഢാലോചനയുണ്ടെന്നും മറ്റ് നടപടികളുണ്ട് എന്നൊക്കെ പറയുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ നടന്നിട്ടുള്ള സമരങ്ങൾ എടുത്തു പരിശോധിക്കുമ്പോൾ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് പലപ്പോഴും CPM തീരുമാനമെടുത്തിട്ടുണ്ട് എന്ന് കാണുവാൻ നമുക്ക് കഴിയും. സെക്രട്ടേറിയറ്റ് സമരം എടുത്ത് പരിശോധിക്കുക. അതിലുണ്ടാക്കിയിട്ടുള്ള സന്ധി കരാറ് എന്താണ്, ഏത് സ്വഭാവത്തിലാണ് എന്ന് പരിശോധിക്കുവാൻ CPM തയ്യാറാവൂ. മുഖ്യമന്ത്രിയെ ഉപരോധിക്കുന്ന സമരം, മുഖ്യമന്ത്രി നാടാകെ നടക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ വീട്ടിന് മുൻപിൽ പോയി കുത്തിയിരുന്നിട്ട് പൊതുജനങ്ങൾക്ക് തടസ്സമുണ്ടാക്കുന്ന രീതിയിലുള്ള സമരാഭാസമല്ലേ നടത്തിയത്? ഈ കാര്യങ്ങളിലൊക്കെ RSPക്ക് അതിൻ്റേതായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. പാർട്ടി സമ്മേളനങ്ങളിൽ പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയോ സംസ്ഥാന സെക്രട്ടറിയോ നടത്തുന്ന പരാമർശങ്ങളെ പോലും ആക്ഷേപഹാസ്യത്തോടുകൂടി പുറന്തള്ളുന്നതായ ഒരു നിലപാടാണ് CPM തോമസ്. അങ്ങനെയാണെങ്കിൽ സമരം ആർക്കെതിരെ നടത്തിയോ അവരോടൊപ്പമാണ് താങ്കളെ പോലുള്ളവർ. സമരത്തിന് സന്ധി ചെയ്തു എന്ന ആരോപണത്തെ തുടർന്ന് ഇപ്പോൾ CPM-നോട് തെറ്റിപ്പിരിയുകയും ചെയ്തിരിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് പൊതുപരിപാടിയുടെ അടിസ്ഥാനത്തിലാണ്, ഇന്നലകളുടെ അഭിപ്രായ വ്യത്യാസങ്ങളുടെയോ പ്രവർത്തനത്തിൻ്റെയോ ഫലമായിട്ടല്ല. ഇന്ത്യയിലൊരു മതേതര ജനാധിപത്യ ഗവൺമെൻറ് ഉണ്ടാകണം എന്നുള്ള കാഴ്ചപ്പാടോടുകൂടിയാണ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിയോടൊപ്പം നിന്ന് RSP മത്സരിക്കുന്നത്. മോഡിയുടെ നേതൃത്വത്തിലുള്ള NDA അധികാരത്തിൽ വരണമോ, കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ജനാധിപത്യ മതേതര കക്ഷി അധികാരത്തിൽ വരണമോ എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ചോദ്യം. തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിൻ്റെ നേതൃത്വത്തെ അംഗീകരിച്ചുകൊണ്ട് CPM തീരുമാനമെടുക്കേണ്ടതായ സാഹചര്യം ഉണ്ടാകും. CPI ആന്ധ്രാപ്രദേശിലും പഞ്ചാബിലും കോൺഗ്രസിനോടൊപ്പം തെരഞ്ഞെടുപ്പ് സഖ്യം ഉണ്ടാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ യാഥാർത്ഥ്യങ്ങളെ മറച്ചു വെച്ചതുകൊണ്ട് RSP കുറ്റകരമായ ഗൂഢാലോചന നടത്തിയെന്നൊക്കെ പറയുന്നത് കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള ശ്രമത്തിന്റെ സണ്ണിക്കുട്ടി എബ്രഹാം, വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. ഒരു മുന്നണി മാറ്റത്തിന് ഒരു രാഷ്ട്രീയ പാർട്ടി ഉന്നയിക്കുന്ന ന്യായീകരണങ്ങൾ താങ്കൾ കേട്ടു. 2, ഇടത് കക്ഷികൾ പലതും ഒരു കൃത്യമായ രാഷ്ട്രീയ നിലപാടില്ലാതെ പല സ്ഥലത്തും തോന്നിയ പോലെയാണ് മുന്നണി ബന്ധങ്ങൾ. ഏറ്റവും ഒടുവിൽ ആന്ധ്രാപ്രദേശിലെ CPI-യുടെ കോൺഗ്രസ് ബാന്ധവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഇവിടെ RSP മുൻപ് LDF-ൽ നിന്നപ്പോൾ സെക്രട്ടേറിയറ്റ് സമരത്തിൽ CPM-ഉം കോൺഗ്രസിലെ ചില നേതാക്കളും തമ്മിൽ ഒത്തുകളിച്ച വിവരം ഇപ്പോഴാണ് അവർ ആരോപിക്കുന്നത്. ഇത്തരത്തിൽ രാഷ്ട്രീയം അവ്യക്തമാവുകയും മറ്റു ചില താല്പര്യങ്ങൾ വ്യക്തമാവുകയും ചെയ്യുകയാണ് ഈ തെരഞ്ഞെടുപ്പ് ഗോതയിൽ. ശരിക്കും പറയുകയാണെങ്കിൽ രാഷ്ട്രീയമായ ഒരു തത്വദീക്ഷ നമ്മുടെ പാർട്ടികൾക്കും നമ്മുടെ നേതാക്കൾക്കും നഷ്ടപ്പെടുന്നതിൻ്റെ ഒത്തിരി ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. താങ്കൾ ആന്ധ്രയിൽ കോൺഗ്രസും CPM-ഉമായുള്ള കൂട്ടുകെട്ടിനെ പറ്റി പറയുന്നു. നേരത്തെ തമിഴ്നാട്ടിൽ ജയലളിതയുമായിട്ട് കൂട്ടുകെട്ടുണ്ടാക്കാനായി സാക്ഷാൽ കാരാട്ട് തന്നെ ആ ജയലളിതയെ പോയി കാണുന്നു. അവർ അതിനെ സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ അവരത് വേണ്ട എന്ന് പറഞ്ഞ് CPM-നെ പുറത്തുള്ളത്. ഇങ്ങനെ ധാരാളം. ഇപ്പോൾ ശ്രീ ഫിലിപ്പാണെങ്കിൽ ഇവിടെ പറഞ്ഞത് ചില വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞു. അതായത് ഇപ്പോൾ പാർട്ടി ഇപ്പോൾ മോഡിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ് കേന്ദ്രത്തിൽ വരാതെ ഒരു മതേതര ഗവൺമെൻറ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ വരാൻ വേണ്ടിയാണ് ഞങ്ങൾ ഐക്യജനാധിപത്യ മുന്നണിയുടെ മത്സരിക്കുന്നത് എന്നൊക്കെ പറയുന്നതിലൊന്നും യാതൊരു അർത്ഥവുമില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെയൊക്കെ മുമ്പിൽ വളരെ വ്യക്തമായ ചിത്രമുണ്ട്. അവർ സീറ്റ് ചോദിച്ചു, സീറ്റ് കൊടുത്തില്ല, ഒരുപക്ഷെ ആക്ഷേപിച്ചിട്ടുണ്ടാവാം. അതിൻ്റെ പേരിൽ ആ സീറ്റിന് വേണ്ടി തന്നെയാണ് RSP കൊല്ലം സീറ്റിന് വേണ്ടി തന്നെയാണ് RSP UDF വിട്ട് LDF വിട്ട് UDF-ലേക്ക് പോകാനുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിനെ ഇപ്പം മോഡി സർക്കാരുമായിട്ടോ അല്ലെങ്കിൽ കേന്ദ്രത്തിൽ വരാൻ പോകുന്ന ഒരു മതേതര സർക്കാരുമായിട്ടോ ഒന്നും കൂട്ടിക്കെട്ടേണ്ട കാര്യങ്ങളൊന്നുമില്ല. പിന്നെ താങ്കൾ ചോദിച്ച പോലെയാണെങ്കിൽ തെരഞ്ഞെടുപ്പിന് ശേഷം എന്താണ് സംഭവിക്കാൻ പോവുക? 3 ഇടതുപക്ഷ കക്ഷികളുടെയും മറ്റും സഹായത്തോടെ കോൺഗ്രസിന് UPIക്ക് ഒരു ഗവൺമെൻറ് ഉണ്ടാക്കാവുന്ന രീതിയിലേക്ക് ഫലം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇടതുപക്ഷ പാർട്ടികൾ കോൺഗ്രസിന് പിന്തുണ നൽകേണ്ടി വരും. അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാകാവുന്ന
ഒരു മൂന്നാം മുന്നണി ആ കൂട്ടുകെട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സോഷ്യലിസ്റ്റ് പാർട്ടികളുടെയും ഇടതുപക്ഷ പാർട്ടികളുടെയും ഒരു കൂട്ടുകെട്ടിന് കോൺഗ്രസിൻ്റെ സഹായത്തോടെ ഒരു ഗവൺമെൻറ് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ കോൺഗ്രസ് ആ പുതിയ സഖ്യത്തെ പിന്താങ്ങേണ്ടി വരും. അതൊക്കെ വരാൻ പോകുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇവിടെ കൊല്ലത്തേക്ക് വരുമ്പോൾ ആ പാർട്ടിക്ക് RSPക്ക് അവരുടേതായ രീതിയിൽ ഒരു തീരുമാനമെടുക്കുന്നതിനുള്ള എല്ലാ അവകാശവും എല്ലാ സ്വാതന്ത്ര്യവുമുണ്ട്. അതുപോലെ തന്നെ ആ തീരുമാനത്തെ വിമർശിക്കുന്നതിന് CPMനും പിണറായി വിജയനും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ വിമർശിച്ച രീതിയെക്കുറിച്ചാണ് ഇവിടെ ചർച്ചയാകുന്നത്, അത് വിമർശനമാകുന്നത്. പിന്നെ ഇവിടെ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞതുപോലെ ഈ ഒരു പദപ്രയോഗം കൊണ്ട് അവിടെ കൊല്ലത്തെ വോട്ടുകളെല്ലാം അടപടലെ മറിഞ്ഞ് പ്രേമേന്ദ്രന് കിട്ടുമെന്നോ ബേബി വൻ പരാജയം നേരിടേണ്ടി വരുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഇടയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു ചർച്ചയും ഇത്തരത്തിലുള്ള പരാമർശങ്ങളും ഉണ്ടാവരുതായിരുന്നു. ഈ ഒരു വാക്കുകൊണ്ട് ഒരു പക്ഷേ കൊല്ലത്ത് എന്തെങ്കിലും വോട്ടിലെന്തെങ്കിലും മാറ്റം വരുമെന്നൊന്നും ഞാൻ സണ്ണിക്കുട്ടി എബ്രഹാം, ഫിലിപ്പ് കെ തോമസ്, CK ശശീന്ദ്രൻ, അഡ്വക്കേറ്റ് ജയശങ്കർ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് പ്രതികരിച്ചത്.